ഫിലോസഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഹ്യൂസ് ആൻഡ് വ്യൂസ്. ആ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന ചാപ്റ്റർ ആണ്. അപ്പോ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാന്ത്രികമായത്, മായികമായത് എന്നൊക്കെയാണ് അർത്ഥം. പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം. അപ്പൊ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞാൽ മാന്ത്രിക ചിത്രം അല്ലെങ്കിൽ മായികമായിട്ടുള്ള ഒരു ചിത്രം എന്നാണ് അർത്ഥം. അപ്പൊ ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതൊരു നാടോടി കഥാ രീതിയിൽ എഴുതിയതാണ് കേട്ടോ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ മുത്തശ്ശിമാര് പറയുന്നത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുള്ള ഒരു കഥയുടെ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി കഥാ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നമ്മളുടെ ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇത് എഴുതിയിട്ടുള്ളത് ചാൾസ് ഡി കോസ്റ്റർ എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ബെൽജിയൻ റൈറ്റർ ആണ്. ബെൽജിയം എന്ന് പറഞ്ഞൊരു രാജ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ രാജ്യത്തെ ലിറ്ററേച്ചറിന്റെ ആ രാജ്യത്തെ സാഹിത്യത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ എന്നാണ് ചാൾസ് ഡി കോസ്റ്റർ അറിയപ്പെടുന്നത്. അദ്ദേഹം 1827 ജനിച്ചത്. നമ്മുടെ പ്രൊഫൈലിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. 1827 അദ്ദേഹം ജനിച്ചത്. 1879 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു കാലയളവിൽ 1867 അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. ഈ പുസ്തകം രചിച്ച സമയത്ത് ആ നാട്ടിലുള്ള ആളുകളെല്ലാം പറഞ്ഞു, ഇതൊന്നും നമുക്ക് ദഹിക്കുന്ന ഒരു കഥയല്ല. 16ാം നൂറ്റാണ്ടിൽ എങ്ങോ നടന്ന ഒരു റൊമാൻറ്റിക് കഥയായിരുന്നു അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞത്. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രേമ കാവ്യം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അതേപോലുള്ള ഒരു കഥയാണ് അദ്ദേഹം എഴുതിയത്. ആ കഥയുടെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വളരെ രസകരമായ ഒരു നെയിമാണിത്. ദ ലെജൻഡ് ഓഫ് ലെൻസിപ്പീഗൾ ആൻഡ് ലെമ്മി ഗോഡ്സെക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വന്നതോടുകൂടി നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇതൊന്നും നമ്മളുടെ കൺവെൻഷണൽ ആയിട്ടുള്ള രീതികൾക്ക് പറ്റുന്നതല്ല. എന്താ ഈ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മളുടേതായിട്ടുള്ള ഒരു സംസ്കാരം, രീതി, ജീവിത രീതി ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ ഒരു രീതിക്ക് പറ്റിയതേ അല്ല ഈ ഒരു പുസ്തകം എന്ന് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു. പക്ഷെ ലോക സാഹിത്യം ഈ പുസ്തകത്തെ ഏറ്റെടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ബുക്ക് മുഴുവൻ ആളുകൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം വിശ്വപ്രസിദ്ധനായി. പിന്നീട് ബെൽജിയൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് ആയിട്ട് ഈ പുസ്തകം മാറുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹം ബെൽജിയൻ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഓക്കെ, ദ മിസ്റ്റീരിയസ് പിക്ചർ റിട്ടൺ ബൈ ചാൾസ് ഡി കോസ്റ്റർ. അപ്പൊ നമുക്ക് നോക്കാം. പാരഗ്രാഫ് വൈസ് ആണ് പോകുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. അറിയാത്ത വാക്ക്, ഞാൻ ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. Till in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. അപ്പം ടിൽ ആണ് നമ്മളുടെ പ്രധാന കഥാപാത്രം. TYL, ടിൽ. അദ്ദേഹം വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടത്തത്തിനിടയിൽ കോർട്ട് ടു കോർട്ട്, കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസദസ് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു രാജസദസ്സിൽ നിന്നും മറ്റൊരു രാജസദസ്സിലേക്കുള്ള ഈ അലഞ്ഞു തിരിഞ്ഞ നടത്തത്തിൽ അദ്ദേഹം ഒടുവിൽ ഒരു സ്ഥലത്തേക്ക് എത്തി. എവിടെയാണ്? ദി പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിൽ. ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? 1ാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ കാരണമായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വധിക്കപ്പെട്ടതാണ്. അപ്പം ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയാറില്ലേ, രാജാതിരാജ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥാനപ്പേരൊക്കെ കൊടുക്കും. അതേപോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ആർച്ച് ഡ്യൂക്ക് കേട്ടോ. അപ്പൊ ആ രാജ്യത്തെ രാജാവാണ്. ബാറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് ഇദ്ദേഹം എത്തിയത്. ആര്? ടില്ല് അല്ലെ? അപ്പം ടിൽ വാസ് ഓൺ ഹിസ് ഡോങ്കി. ഒരു കഴുതപ്പുറത്താണ് അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിന്റെ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ കേട്ടോ, അദ്ദേഹത്തിന് ധരിച്ചിരുന്ന വസ്ത്രം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ആ ഭാവം അല്ലെങ്കിൽ ആ ലുക്ക് അല്ലെ? നല്ല കട്ട ലുക്കാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പം ആ ഒരു അപ്പിയറൻസ് അതൊക്കെ എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആകർഷിക്കുക. അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധ, എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വേഷവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഹിസ് ക്യാപ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. അദ്ദേഹത്തിന്റെ തൊപ്പി നല്ല ഭംഗിയില്, സ്മാർട്ട്ലി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ മുഖത്ത് തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ആൻഡ് ബ്രൈറ്റ് ഫെദേഴ്സ്, 3
ബ്രൈറ്റ് ഫെദേഴ്സ്, 3 നല്ല തിളങ്ങുന്ന തൂവലുകൾ ഇങ്ങനെ ആ തൊപ്പിക്ക് മുകളിൽ ഇങ്ങനെ പാറിക്കളിച്ചിരുന്നു. ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്, ആ ബ്രീസിൽ ഇങ്ങനെ, ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റിൽ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, അദ്ദേഹം മെയിൻ എൻട്രൻസിലെത്തി. മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവാടം. അപ്പൊ പാലസിന്റെ പ്രധാന കവാടത്തിൽ അദ്ദേഹം എത്തി. അപ്പോഴോ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, അപ്പൊ അവിടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃസ്ഥാനം വഹിക്കുന്ന ആളല്ലേ. ഗാർഡ് എന്ന് പറഞ്ഞാൽ പടയാളികൾ. അപ്പൊ പടയാളികളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, called out to him, അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, hey there, you fellow on the donkey, we don't allow any loafers here. You and your donkey already look like skeletons. അതെ, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളുടെ ഭിക്ഷക്കാരെ ഒന്നും അലോ ചെയ്യാറില്ല കൊട്ടാരത്തിലേക്ക്. നിങ്ങളെ കണ്ടാൽ തന്നെ അസ്ഥികൂടം മാതിരി ഇരിക്കുന്നുണ്ടല്ലോ, ആരാണ് നിങ്ങൾ എന്ന് ക്യാപ്റ്റൻ ചോദിച്ചു. സ്കെലറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൂടമാണ് കേട്ടോ. അപ്പോ the captain of the guards as well, tall, well built, red haired man of about 25. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കണം. ആരാ? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, പടയാളികളുടെ ക്യാപ്റ്റൻ ആരായിരുന്നറിയോ? ഹി വാസ് എ ടോൾ, ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുള്ള, വെൽ ബിൽറ്റ്, വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഓക്കെ, ആൻഡ് റെഡ് ഹെയർ, നല്ല ചുവന്ന മുടിയുള്ള ഒരാളാണ്. എബൌട്ട് 25, 25 വയസ്സായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനെ ചോദിച്ചത്. He was handsomely dressed in his gold braided uniform. നല്ല ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ യൂണിഫോമിന് മുകളിൽ ഒരു ഓവർ കോട്ട്, നല്ല ഗോൾഡൻ കളറില് ബ്രെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തുന്നൽ പണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കോട്ടൊക്കെ ധരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഹാൻഡ്സംലി, ഹാൻഡ്സംലി എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട്. ഇപ്പം സ്ത്രീകളാണ് ഭംഗിയുള്ളതെങ്കിൽ അവരെ ബ്യൂട്ടിഫുൾ എന്നാണ് പറയാ. പുരുഷന്മാരാണ് ഭംഗിയുള്ളതെങ്കിലോ അവരെ ഹാൻഡ്സം എന്നാണ് പറയാ. വെരി ഗുഡ്. അപ്പം ആ രീതിയിലുള്ള ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഡ്രസ് ചെയ്ത് നല്ല ഭംഗിയിൽ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാവും അല്ലെ, ഒരു സോൾജർ, ഒരു യോദ്ധാവിന്റെ ഒരു ലുക്ക് തന്നെയാണ്. They looked at him coolly and then dismounted from his donkey. അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് ഇദ്ദേഹത്തെ നോക്കി. നമ്മളൊരു പോലീസുകാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇത്തിരി ഒരു ഭയത്തോടു കൂടെ നിൽക്കില്ല, പക്ഷെ ഇദ്ദേഹം നല്ല കൂളായിട്ട് നിൽക്കായിരുന്നു. എന്നിട്ടോ ഡിസ്മൗണ്ടഡ് ഫ്രം ദി ബാക്ക് ഓഫ് ഡോങ്കി, എന്നിട്ട് കഴുതപ്പുറത്ത് നിന്നും ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ ഇത് പറഞ്ഞിട്ടപ്പോ എനിക്കിങ്ങനെ ഓർമ്മ വന്നത് നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു സിനിമയിലുണ്ടല്ലോ, കഴുതപ്പുറത്ത് ഇങ്ങനെ ഇറങ്ങി വന്നല്ലേ, തൂവിത്തു എന്നല്ല ആ പാട്ടൊക്കെ ഉള്ള അല്ലെ. അപ്പൊ അതേപോലെ എന്ത് ചെയ്തു ഇത്, പക്ഷെ അതിലൊരു ജാള്യതയായിരുന്നു മുഖത്തുണ്ടായിരുന്നത്. പിടിക്കപ്പെട്ട ഈ കളിയാകുന്ന മാതിരി തോന്നിയായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എന്താ, കൂളായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഓക്കെ, ആൻഡ് ഹി ബൗഡ് ലോ ആൻഡ് സെഡ്. ബൗഡ് മീൻസ് എന്താ അർത്ഥം? തല കുനിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ അവരില്ലേ ചൈനക്കാരൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ രാജാക്കന്മാരെ കാണുമ്പോൾ ശിരസ് കുനിക്കാറുണ്ട്, വലിയ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ നമസ്കരിക്കാറുണ്ട്. അപ്പം അതുപോലെ അദ്ദേഹം ലോ ആൻഡ് സെഡ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ, സർ അങ്ങയെ ദൈവം രക്ഷിക്കട്ടെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലറ്റൻ, അതെ എന്നെ കണ്ടാൽ ഇപ്പൊ ഒരു അസ്ഥികൂടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളതൊക്കെ കറക്റ്റ് തന്നെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, പക്ഷെ അത് എന്റെ കുഴപ്പമല്ല സർ. എന്താന്നറിയോ, ഐ എം വെരി ഹംഗ്രി, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. If you will be so good as to give me a piece of the gold coat that you wear on your coat, നിങ്ങളുടെ ഈ ഒരു യൂണിഫോമിന് മുകളിൽ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ കോട്ട് ഉണ്ടല്ലോ, ഈ കോട്ടിൽ ഇങ്ങനെ എംബ്രോയിഡറി ആയിട്ട് ഗോൾഡ് ഒക്കെ അല്ലേ വെച്ചിരിക്കുന്നത്, അതിലൊരു ചെറിയ പീസ് എനിക്ക് തരുമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ഈ വിശപ്പ് മാറാനുള്ള പരിപാടി ഞാൻ ചെയ്തേനെ. ഞാൻ എന്താ ചെയ്തേനെ? I will go and hang myself by the teeth on that large leg of mutton. അതാ ആ ബുച്ചറിന്റെ ഷോപ്പില്, and that's the hanging in that butcher's shop. ബുച്ചർ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരൻ. അപ്പം ഇറച്ചി വെട്ടുകാരന്റെ ആ ഒരു കടയിൽ തൂങ്ങി കിടക്കുന്ന ലാർജ് പീസ് മട്ടന്റെ കാലുണ്ടല്ലോ, അതിൽ ഞാൻ പോയി കിടന്ന് എന്റെ പല്ലുകൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കൂല സർ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനൊരു ഇത്തിരി ഒരു പീസ് സ്വർണം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ആളല്ല. നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി. എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലെ. ആർക്കായാലും ചിരി വരുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് നമ്മളുടെ ടെല്ലിൻ്റെത്. And the captain was playing a game of chess with another officer. ഇത് കേട്ടപ്പോ തന്നെ കളിയാക്കിയ മാതിരിയൊക്കെ ഇയാൾക്ക് തോന്നി. ആർക്ക്? നമ്മളുടെ സോൾജറിന്. അപ്പൊ അദ്ദേഹം പോയിട്ട് ഒപ്പുണ്ടായിരുന്ന ഓഫീസറോട് ഇങ്ങനെ കുശിച്ചു, ഇയാളെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്, കറക്റ്റ് ആണോ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴോ then he looked curiously at Till. ടില്ലിനെ ഇങ്ങനെ സംശയഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി. Where do you come from? he asked. എന്നിട്ട് ചോദിച്ചു, താൻ എവിടെ നിന്നാ വരുന്നത്? ഇങ്ങനെ
നിന്നാണ് എനിക്ക് ആർച്ച് ഡ്യൂക്കിനെ ഒന്ന് കാണണം, ഞങ്ങളുടെ മഹാരാജനെ ഒന്ന് കാണണം, കണ്ടിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഒരു പെയിന്റിങ്ങിൽ ഒന്ന് അദ്ദേഹത്തെ കാണിക്കണം, ഞാനൊരു പെയിന്ററാണ്. അത് കേട്ടപ്പോ if you are a painter and if you come from Flanders, you may come in, said the captain somewhat impressed. അപ്പൊ ഇത് കേട്ടപ്പോ ക്യാപ്റ്റൻ ഇംപ്രസ്ഡ് ഭയങ്കര സന്തോഷായി അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, നിങ്ങളൊരു പെയിന്റർ ആണെങ്കിൽ വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. The captain knew that. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കാരണം captain knew that. captain അത് അറിയാമായിരുന്നു. Flemish painters and their pictures were in great demand all over Europe. യൂറോപ്പിൽ എല്ലായിടത്തും ഈ ഫ്ലാൻഡേഴ്സിലെ പെയിന്റേഴ്സിനും അവിടുത്തെ കലാകാരന്മാർക്കും അവരുടെ പെയിന്റിങ്സിനൊക്കെ പ്രശസ്തിയുണ്ട്, വളരെ പ്രശസ്തമാണ് അവര് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ചെന്നൈയിലാണ് നമ്മള് കേരളത്തിലുള്ള സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്തത്. കാരണം എന്താ, AVM സ്റ്റുഡിയോ അതൊക്കെ അവിടെയാണുള്ളത്. അതേപോലെ ഹോളിവുഡ് എന്ന പ്ലേസ് അല്ലെ, സിനിമാ വ്യവസായത്തിന് പേര് കേട്ടതാണ് ഹോളിവുഡ്. അതേപോലെ ഫ്ലാൻഡേഴ്സും അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നഗരമാണ്. അവിടെ യൂറോപ്പിൽ ആകമാനം ചിത്രകാരന്മാരെ ചിത്രങ്ങൾ വിൽക്കുന്നതും ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഒക്കെ ആ ഒരു നാട്ടിലാണ്. ഓക്കെ, അപ്പൊ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു നാടാണ്. അപ്പൊ ഇദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി ടില്ലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. Then Till was presented to the Archduke. ടിൽ എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന പറഞ്ഞാൽ അവിടേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് കാണാൻ വന്നിട്ടുണ്ട്, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് എന്നെല്ലാം പറഞ്ഞു. He saluted the Archduke 3 times. അദ്ദേഹം ആർച്ച്ഡ്യൂക്കിനെ 3 തവണ സല്യൂട്ട് ചെയ്തു. അത് അവരുടെ ആ ഒരു എന്താ പറയാ കസ്റ്റമാണ്, ഒരു ആചാരമാണ്. കാരണം രാജാവിനെ കാണുമ്പോൾ 3 തവണ എന്ത് ചെയ്യണം, സല്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഒരു കസ്റ്റമാണ്. നമ്മൾ എന്ത് ചെയ്യും, അറബികളൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ കാണിക്കും അല്ലെ, നമ്മൾ നമസ്കാരം പറയും അല്ലെ, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, അതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, and stood before him with his head bowed. എന്നിട്ട് എന്ത് ചെയ്തു, ശിരസ് കുനിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, May your highness pardon me for my rashness in thinking that one of my paintings will please your highness. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചു, ആ ചിന്തയ്ക്ക് എനിക്ക് മാപ്പ് തന്നാലും ഹൈനസ്. ഞാൻ വരച്ച ഒരു ചിത്രം അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിനും എനിക്ക് മാപ്പ് തരും. കാരണം രാജാവാണ്, രാജാവിന് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ബഹുമാനത്തോടു കൂടി പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നി, അങ്ങേക്ക് ഒരു പക്ഷെ എന്റെ ചിത്രം ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ച തെറ്റാണ്, എന്നോട് ക്ഷമിക്കണേ, എന്നെ ശിക്ഷിക്കരുതേ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാണ്. Then I have bought a picture of our lady the Virgin in her royal robes. നമ്മുടെ കൊട്ടാരത്തിലെ റാണിയുടെ ഒരു ചിത്രം, ദ വിർജിൻ, അവരുടെ റോയൽ റോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകീയ വേഷത്തിൽ അവരിരിക്കുന്ന ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട് മഹാരാജൻ, അങ്ങ് അതൊന്ന് പ്ലീസ് ഒന്ന് കണ്ടാലും. Then I have painted it specially so that I might lay it at your noble feet. അങ്ങയുടെ ശ്രേഷ്ഠമായ കാലുകളിൽ ഞാനത് സമർപ്പിക്കുകയാണ് മഹാരാജൻ, അങ്ങ് അത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാലും. Till paused a few moments for his words to sink in. അങ്ങനെ ടിൽ എന്ത് ചെയ്തു, കുറച്ചു നേരം ഒന്ന് പോസ് ചെയ്തു, സംസാരം ഒന്ന് പോസ് ചെയ്തു. കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കൂല്ലേ. ബോറടിക്കുന്ന മാത്രമല്ല, നമുക്ക് ആ ഒരു സംസാരത്തിൽ ഒരു ഇഷ്ടം വരത്തില്ല. പക്ഷെ ഒന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നിർത്തി സംസാരിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഈണവും താളവും ഒക്കെ തോന്നും അല്ലെ. അപ്പൊ അതേപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു, എന്നിട്ട് തുടർന്നു. Then he continued, You must forgive me, Your Highness, if I have dared to hope that this picture will please you. ഞാൻ വിചാരിക്കുന്നു ഈ ചിത്രം അങ്ങേക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന്. ഇനി അഥവാ ഇല്ലെങ്കിൽ, അങ്ങനെ ഞാൻ വിചാരിച്ചു പോയതിൽ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ടോ, Perhaps Your Highness might wish to offer me the chair of your court painter who died recently. ഈ അടുത്ത കാലത്ത് നമ്മുടെ കൊട്ടാരം ചിത്രകാരൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിഞ്ഞു. ആ ഒരു പൊസിഷനിലേക്ക് എനിക്കൊരു അവസരം തരാമോ മഹാരാജൻ? അങ്ങനെയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്നിട്ട് പറഞ്ഞു, I can see the empty velvet chair waiting to be filled. എനിക്ക് നോക്കിയാൽ കാണാം അങ്ങയുടെ രാജസദസ്സിലെ ആ വെൽവെറ്റ് നിറത്തിലുള്ള ആ രാജകീയമായിട്ടുള്ള ആ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നു. എനിക്ക് അവിടെ കൊട്ടാരം ചിത്രകാരനായി നിൽക്കുവാൻ സഹായിക്കാമോ, അല്ലെങ്കിൽ എന്നെയും കൂടി ഒന്ന് പ്രതിഷ്ഠിക്കാമോ, അതവിടെ കാലിയായി കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ The Virgin's picture was a splendid painting and the Archduke
സ്പ്ലെൻഡഡ്. സ്പ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിമനോഹരമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നയനാനന്ദകരം എന്നൊക്കെ പറയില്ലേ മലയാളത്തില്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ചില ചിത്രങ്ങളും ചില പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷം വരില്ലേ? അതാണ് സ്പ്ലെൻഡഡ് പെയിന്റിംഗ്. ആൻഡ് ദി ആർച്ച് ഡ്യൂക്ക് മേഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അതൊന്ന് നോക്കി നിന്നു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷായി. He embraced and kissed him on both cheeks. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ടില്ലിനെ. എന്നിട്ട് രണ്ട് കവിളിലും തിരുതരാ ഉമ്മ വെച്ചു. കാരണം അത്രയും സന്തോഷമായതുകൊണ്ട്. And he said, I shall be delighted to make you my court painter. അങ്ങയെ എന്റെ കൊട്ടാരം ചിത്രകാരനായിട്ട് ഉപവിഷ്ടനാക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ടിൽ അങ്ങേക്ക് വന്നിവിടെ ഇരിക്കാം. എന്നിട്ടോ he directed him to the chair and made him sit on it. എന്നിട്ട് അദ്ദേഹം ടില്ലിനെ വിളിച്ചു കൊണ്ടുപോയി ആ കസേരയിൽ അദ്ദേഹം തന്നെ ഇരുത്തി. ഒരു രാജാവ് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടിരുത്തി. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. You are a very talkative fellow, aren't you? അപ്പൊ അവിടെ കണ്ടോ, മൈ ഡിയർ ഫെലോ, രാജാവ് പറയാണ്, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ വളരെ നന്നായിട്ട് നാക്കിട്ട് അടിക്കുന്നുണ്ട്, അതായത് നാവ് ഉപയോഗിക്കുന്നുണ്ട്. ടങ് ഇൻ, അതായത് യു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്, തലയ്ക്ക് ചുറ്റും ഇങ്ങനെ നാവുണ്ട്. അങ്ങനെ നമ്മൾ ചില ആൾക്കാരെ പറയും, എന്താണ് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്, ഒരു നേരെ സ്വൈര്യം തരില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ചില ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ ഉള്ളൊരു കഴിവുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഒരാളെ സംസാരിച്ച് വീഴ്ത്തണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടമായി. യു ആർ എ ടോക്കറ്റീവ് പേഴ്സൺ, റൈറ്റ്? അപ്പൊ നിങ്ങൾ നല്ല സംസാരപ്രിയനാണല്ലേ? അപ്പൊ അദ്ദേഹം അതിന് മറുപടി ആയിട്ട് കൊടുത്തത് ഇതാണ്: യുവർ ഹൈനസ്, മഹാരാജൻ, may it please you to remember me and my donkey Jeff for just for 1 minute. അങ്ങിത് പറഞ്ഞപ്പോ എനിക്ക് എന്റെ കഴുതയായിട്ടുള്ള ജെഫിനെയാണ് ഓർമ്മ വന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഞെട്ടി. അതെന്താ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഓർമ്മ വരാൻ? ടിൽ replied, ടിൽ പറഞ്ഞു, my donkey has been feeding himself fairly well along the way on the thorns in the hedges and the grass on the roadside, but I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. അദ്ദേഹം പറയണ, എന്റെ കൂടെയുള്ള ഡോങ്കി, അവന്റെ പേര് ജെഫ് എന്നാണ്. അപ്പൊ ജെഫിന് അവന് ഞങ്ങൾ ഈ നടന്ന വഴിക്ക് മുഴുവൻ അവൻ കണ്ട കാട്ടിലും മലയിലും ഒക്കെ കയറി കിട്ടുന്ന മുള്ളും കായ്കനികളും എന്തെല്ലാം കിട്ടുമോ അവന് തിന്നാൻ പറ്റുന്ന പുല്ലൊക്കെ അവനെടുത്ത് തിന്നു. പക്ഷെ എനിക്കും അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് 3 ദിവസമായിട്ട് എന്റെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് കാലിയാണ്. അതിങ്ങനെ കൂക്കി വിളിച്ചു തുടങ്ങി. അതിന് വയ്യ. സോ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനും കരയാനും തുടങ്ങുന്നുണ്ട് മഹാരാജൻ. ആൻഡ് പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ഒരു പക്ഷെ രാജാവെ അങ്ങേക്കും ഇത് കേൾക്കാൻ സാധിക്കുന്നില്ല, എന്റെ വയറിന്റെ ഒരു വിശപ്പിന്റെ വിളി. ആൻഡ് നൗ ഐ ഹാവ് ബീൻ ഫീഡിംഗ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. ഞാനിപ്പോ സ്വപ്നം കാണാറുണ്ട്, ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലെ റോയൽ ടേബിൾ, രാജകീയമായിട്ടുള്ള ഭക്ഷണശാലയിൽ വന്നിരുന്ന് കഴിക്കുന്നതും ആ ഒരു മേശപ്പുറത്തിരുന്നിട്ട് കഴിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട് മഹാരാജൻ. എനിക്ക് വിശന്നിട്ട് വയ്യ. ആ ഒരു രീതിയിലല്ല പറഞ്ഞത്, എന്റെ വയറിങ്ങനെ ഞാനിപ്പോ സ്വപ്നം കാണാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്വപ്നം കണ്ട് ആശ്വസിക്കുകയാണ് ചെയ്യാറെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, അമ്പടാ, നിനക്ക് വിശപ്പുണ്ടെന്ന് നീ ഇങ്ങനെയാണോ പറയണത്? യു വിൽ certainly have something more solid than your dreams to feed on. But where is your donkey? അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ സ്വപ്നത്തിലല്ല നേരിട്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം തരാം, വരൂ. എവിടെ നിങ്ങളുടെ ഡോങ്കി, കഴുത എവിടെ? I left him outside opposite the palace. ഞാൻ അതിനെ പാലസിന്റെ, കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്താണ് മഹാരാജൻ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. I shall be most grateful if Jeff is looked after. ജെഫിനെ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, അവനെന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിചരിക്കുക, ഒരു ഫ്രേസൽ വെർബാണ് കേട്ടോ. അപ്പൊ ലുക്ക് ആഫ്റ്റർ, പരിചരിക്കുക. എന്നിട്ട് പറഞ്ഞു, he needs a little fodder and lodging at night. അവന് രാത്രിയിൽ തങ്ങാന് അവനൊരു ചെറിയൊരു അവനെ ഒരു തൊഴുത്തിൽ അവിടെ ഒന്ന് കെട്ടാൻ സഹായിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. സെറ്റിൽ അങ്ങനെ പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. അപ്പോ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ആർച്ച്ഡ്യൂക്ക് ആരെവിടെ എന്നിട്ട് പറഞ്ഞു, പടയാളികളൊക്കെ വന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ എന്ത് ചെയ്യണം, എന്റെ സ്വന്തം ആനിമൽ എന്ന രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യൂ, ജെഫിന് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കൂ. Then the Archduke
next paragraph. Before long, supper was served and it was like a wedding feast. കല്യാണത്തിനൊക്കെ ചെന്നതുപോലെ, വെഡിങ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ സൽക്കാരം, അതേപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒരു കൊട്ടാരത്തില് ടേബിളില് ഒരുക്കി വെക്കാൻ തുടങ്ങി. എന്നിട്ടോ the tables were loaded with every kind of food and drink. എല്ലാ തരത്തിലുള്ള ഫുഡും അതേപോലെ ഡ്രിങ്ക്സും, എല്ലാ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടോ wine flowed like water. വെള്ളം പോലെ വീഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ എന്താ? അത്രയ്ക്കും അതൊരു ചോദ്യമാണ് കേട്ടോ, ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം പോലെ വീഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടി അല്ലെ. they have enough food for eat എന്ന് എഴുതിയാൽ മതി. Okay. And the courtiers stuffed themselves with the choicest dishes. അപ്പൊ കോർട്ടിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? അവരെ വയറൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്തു. സ്റ്റഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, കോഴീന്റെ ഉള്ളിലൊക്കെ നമ്മള് സ്റ്റഫ് ഇങ്ങനെ നിറയ്ക്കുക, അതിനൊക്കെ സ്റ്റഫിങ് എന്നാ പറയാ. എന്നുവെച്ചാൽ നമ്മളതിനകത്ത് മസാലപ്പൊടികളും മറ്റു സാധനങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ കുത്തി നിറയ്ക്കൂലേ, അതേപോലെ ഇവരിങ്ങനെ വയറ് നിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ടോ ചോയ്സസ്റ്റ് ഡിഷസ്. ചോയ്സസ്റ്റ് ഡിഷസ് പറഞ്ഞാൽ എന്താ? നമുക്ക് തെരഞ്ഞെടുത്ത് കഴിക്കാം, അല്ലാണ്ട് ഉള്ളത് കഴിക്കല്ല, തെരഞ്ഞെടുത്തിട്ട് നല്ലത് നോക്കി കഴിക്കുന്ന രീതിയിലുള്ള അത്രയും രാജകീയ വിഭവം. അത് പറയേണ്ട ആവശ്യമല്ലേ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. And the archduke made Till eat and drink until his stomach was about to burst. വയറ് പൊട്ടാനാവുന്നത് വരെ ആർച്ച്ഡ്യൂക്ക് ടില്ലിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഓക്കെ. The archduke too ate heartily. എന്ന് വെച്ചാൽ വയറ് മനസ്സും നിറഞ്ഞ ആർച്ച്ഡ്യൂക്കും ഭക്ഷണം കഴിച്ചു. His face was flushed with drink. ഇങ്ങനെ ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് അവര് വൈനൊക്കെ കഴിക്കല്ലോ, അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് ചുമന്ന് തൊടുത്തു അവരുടെ മുഖമൊക്കെ. ഓക്കെ. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഇങ്ങനെ ചുമന്ന് തൊടുക്കാം. But he seemed lost in thought. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചിന്താധീനനായി കണ്ടപ്പെട്ടു. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, ചിന്തയിൽ എവിടെയോ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ വേറെന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ആലോചിക്കുക അല്ലെ, ബുക്ക് ഇങ്ങനെ മുന്നിലുണ്ടാവും, ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ലോസ്റ്റ് ഇൻ തോട്ട് എന്നാണ് ആ ഒരു പ്രയോഗം. ഓക്കെ. അപ്പോ ഇങ്ങനെ ചിന്തനെ ആലോചിക്കാം. He suddenly looked up and said loudly. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് എന്നിട്ട് ലൗഡ്ലി എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്താ പറയുന്നത്? Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. അതെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ ചിത്രം നമ്മളുടെ പ്രിയപ്പെട്ട പുതിയ ചിത്രകാരൻ വരയ്ക്കുന്നതാണ്. ടിൽ വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ആളുകൾക്ക്, അതായത് ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്റെ പിൻഗാമികൾക്ക് എന്റെ ഓർമ്മ ഇവിടെ ഈ കൊട്ടാരത്തിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്റെ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുവാൻ ഞാൻ ടില്ലിനോട് ആവശ്യപ്പെടുന്നു, ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. നമ്മളുടെ ഈ കൊട്ടാരത്തിന്റെ ചുവരുകളിലെല്ലാം തൂങ്ങുന്ന നമ്മളുടെ മുൻഗാമികളുടെ പിതാമഹന്മാരുടെ ചിത്രങ്ങൾക്കൊപ്പം എന്റെയും ചിത്രം വരും. എന്റെ മരണശേഷവും ഇതെന്റെ നാട്ടിലുള്ള ആളുകൾക്കും എല്ലാവർക്കും കാണുവാനുള്ള സാഹചര്യം ഒരുക്കുമല്ലോ, ആരും എന്നെ മറക്കില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ടോ then it is sad to think of death. അതായത് മരണത്തെ കുറിച്ച് ആലോചിക്കുന്നത് കഷ്ടം തന്നെയാണ്. We do not know when we will die. When God will think fit to summon us. അതായത് നമ്മളെ കൊണ്ടുപോകണം, ദൈവം എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകാന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. But our portrait should be painted. പക്ഷേ നമ്മുടെ ചിത്രം എന്തായാലും ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. Till quickly replied. ഇത് കേട്ടതും ടിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുത്തു. ക്വിക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, റിപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുക. ഓക്കെ. Your lordships, slightest wish is to me command. Your lordships എന്ന് പറഞ്ഞാൽ രാജകീയമായത് അല്ലെങ്കിൽ രാജകീയത്വം തുളുമ്പുന്ന. സ്ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരിയ. അപ്പൊ നിങ്ങളുടെ അങ്ങയുടെ നേരിയ ഒരാഗ്രഹം പോലും is to me a command. എനിക്കതൊരു ആജ്ഞയാണ് മഹാരാജൻ. All the same, I do feel rather unhappy about painting your lordship all by yourself. പക്ഷെ അതേ സമയം എനിക്ക് അങ്ങയുടെ ഈ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട് മഹാരാജൻ. അതായത് all the same, അതേ സമയത്ത്
തന്നെ ഐ ഡു ഫീൽ, എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, റാദർ അൺഹാപ്പി, ഞാൻ അത്ര ഹാപ്പി അല്ല, അബൌട്ട് പെയിന്റിങ് യുവർ ലോർഡ്ഷിപ്പ്, അങ്ങയുടെ ലോർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാജകീയമായിട്ടുള്ള ആ ഒരു നൃത്തമൊക്കെ അങ്ങയുടേത് മാത്രമായി വരയ്ക്കുന്നത് എനിക്കൊരു സങ്കടം പോലെ. ഇറ്റ് ഈസ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. ഒറ്റയ്ക്ക് അങ്ങയുടെ ചിത്രം ഞാൻ ഇങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു ഏകാന്തത തോന്നില്ലേ? ലോൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റയ്ക്ക് കേട്ടോ. അപ്പൊ അങ്ങയുടെ ചിത്രം മാത്രം വരയ്ക്കുന്നത് ഇറ്റ് ഈസ് ടെറിബിൾ. ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരമായതാണ്, കാണുവാൻ വലിയൊരു രസമുണ്ടാവില്ല. പക്ഷേ ഡോണ്ട് യു തിങ്ക്, അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ അല്ലെങ്കിൽ അങ്ങ് ചിന്തിക്കുന്നില്ലേ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, that his highness should be accompanied at least by her highness, her ladies, the noble generals and captains who adorn this court. അപ്പൊ അങ്ങ് ഒറ്റയ്ക്കല്ലാതെ അങ്ങയുടെ കൂടെ അങ്ങയുടെ അറ്റ്ലീസ്റ്റ് അങ്ങയുടെ റാണിയെങ്കിലും, മഹാറാണി, അതേപോലെ കൊട്ടാരത്തിലുള്ള മറ്റ് ലേഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാര്യമാരുണ്ടാവുമല്ലോ രാജാക്കന്മാർക്ക്. അപ്പൊ ഇവരെ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട്, അതേപോലെ തന്നെ നോബിൾ ജനറൽസ്, നോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായത് എന്നർത്ഥം. അപ്പം ശ്രേഷ്ഠമായിട്ട് ജോലി ചെയ്യുന്ന നോബിൾ ജനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടിന്റെ എന്ന് വെച്ചാൽ പട്ടാളക്കാര് അതുപോലുള്ള ആളുകളൊക്കെ. ഓക്കെ, അപ്പൊ ആ നാട് കാത്തു രക്ഷിക്കുന്ന, രാജ്യത്തെ കാത്തു രക്ഷിക്കുന്ന ആളുകളെയൊക്കെ, പ്രധാനപ്പെട്ട ആളുകളെയും ക്യാപ്റ്റൻസിനെയും നമ്മൾ മുമ്പ് കണ്ടു അല്ലെ, ക്യാപ്റ്റൻസിനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കോർട്ടിലുള്ള, അതായത് രാജകീയ സദസ്സിലുള്ള ആളുകളെ എല്ലാവരെയും കൂടെ ചേർത്തിട്ടൊരു ചിത്രം വരയ്ക്കുന്നതല്ലേ മഹാരാജൻ ഒന്നും കൂടി നന്നാവുക. ആൻഡ് a court like this has few rivals in splendor, loveliness and chivalry. ഇപ്പം നിങ്ങൾക്ക് അറിയാമോ, ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ഒരു ചിത്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും അത് അല്ലെ. ഇറ്റ് ഈസ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പ്രകാശം തുളുമ്പുന്നത്, മാസ്മരികമായത് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. And in the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. അങ്ങനെ ഇവരെ എല്ലാം വരയ്ക്കുമ്പോ നടുക്ക് രാജാവും റാണിയും നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വരയ്ക്കാം. അതായത് ലാന്റേൺസ്, വിളക്കുകളുടെ ഇടയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രബിംബം പോലെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വരച്ചു തരാം. ലാന്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിളക്കുകളാണ് കേട്ടോ, പന്തം കത്തിച്ചു വെക്കില്ലേ, അതിനൊക്കെയാണ് ലാന്റേൺ എന്ന് പറയാം. ഓക്കെ, so the archduke thought that it was a good idea. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, യെസ്, അതൊരു നല്ല ഐഡിയ ആണല്ലോ, എല്ലാവരുടെയും കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ. മറ്റു രാജാക്കന്മാരൊക്കെ ഒറ്റയ്ക്ക് അവരുടെ മാത്രം ചിത്രങ്ങളേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം കൂടി വരുമ്പോ, എല്ലാവരും കൂടി വരുമ്പോ എന്താ ഒരു വെറൈറ്റി ആവും, നല്ല എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു രാജാവായിരുന്നു എന്നും കൂടി ചിന്തിക്കാൻ സാധിക്കും. Well, my friend, your painting will be a great piece of art. What reward do you expect for it? ശരി എന്റെ ഫ്രണ്ട്, എന്റെ കൂട്ടുകാര, പ്രിയപ്പെട്ട കൂട്ടുകാര, നിങ്ങളുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. ഗ്രേറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആയിരിക്കും, ഒരു ചിത്രകലയായിരിക്കും, ഏറ്റവും നല്ലൊരു ചിത്രമായിരിക്കും. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? എന്ത് പ്രതിഫലമാണ് അങ്ങ് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇനി പ്രതിഫലത്തെ കുറിച്ച് പറയൂ, എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് പറയൂ. 100 pieces of gold. You can pay me now or later just as you please. എനിക്ക് ഒരു 100 സ്വർണ്ണ നാണയങ്ങൾ തന്നാൽ മതി മഹാരാജൻ. അങ്ങേക്ക് ഇപ്പോഴോ ഞാൻ ചിത്രം വരച്ചതിന് ശേഷമോ ഒക്കെ അത് എന്ത് ചെയ്യാം, എനിക്ക് തരാം. എനിക്ക് അതിനൊന്നും കുഴപ്പമില്ല, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഒരു 100 സ്വർണ്ണ നാണയം തന്നാൽ മതി. Here are the 100 pieces of gold in advance, said the archduke, giving him the gold. അപ്പൊ തന്നെ ഭടനെ വിളിച്ചു, എന്നിട്ട് 100 സ്വർണ്ണ നാണയം എടുത്ത് നമ്മളുടെ ചിത്രകാരന് അദ്ദേഹം കൊടുത്തു. ഓക്കെ, My lord, you are the most generous of masters. അപ്പോ അദ്ദേഹം പറയാണ്, My lord, ഇങ്ങനെ അങ്ങ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചോദിച്ചപ്പോഴത്തേക്ക് 100 സ്വർണ്ണ നാണയം എടുത്ത് തന്നു. മൈ ലോർഡ്, ഞങ്ങളുടെ മഹാരാജാവേ, യു ആർ ദ മോസ്റ്റ് ജനറസ്. ജനറസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള, ഏറ്റവും തുറന്ന വിശാല ഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അങ്ങ്. മാസ്റ്റേഴ്സ് ഓഫ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ് അങ്ങ്. യു ആർ ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. എന്റെ വിളക്ക് അങ്ങ് ഓയിൽ ഒഴിച്ച് തെളിയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിളക്കിൽ അങ്ങ് എണ്ണ ഒഴിച്ച് തന്നു. എണ്ണ എന്ന് പറഞ്ഞു
പറഞ്ഞു കഴിഞ്ഞാല് പൈസ തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ളതെല്ലാം അതിൽ തന്നു. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. അങ്ങയുടെ ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു കർമ്മം കൊണ്ട് ഇതിനി എന്നും തെളിഞ്ഞു കത്തും എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി, ഇനി എനിക്ക് ജീവിക്കാനുള്ളത് ആയി. The next day, അടുത്ത ദിവസം, Till asked the Archduke to allow him to see all the courtiers who were to be painted along with him. അപ്പം പിറ്റേ ദിവസം അദ്ദേഹം ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു, എനിക്ക് എല്ലാ രാജസദസ്സിലുള്ള ആളുകളെയും കാണും. കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രഭുക്കന്മാര്, മറ്റാളുകളൊക്കെ. അപ്പൊ എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം, കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട ആളുകൾ, അപ്പൊ അവരുടെ മുഖം കണ്ടാലേ എനിക്ക് വരയ്ക്കാൻ സാധിക്കുള്ളൂ. They came and saw him one by one. അപ്പൊ അവർ ഓരോരുത്തരും ഇദ്ദേഹത്തെ ഓരോരുത്തരായി കാണുവാൻ വേണ്ടി വന്നു. The first to come was the commander-in-chief of the army. ആർമിയിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് ആദ്യം വന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. He was a short, fat, bald man with an enormous pouch. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആയിട്ടുള്ള വലിയ തടി, അതായത് ഒരുപാട് നീളമൊന്നുമില്ലാത്ത ഒരു കുറുകിയ മനുഷ്യനാണ്. ഫാറ്റ്, നല്ല തടിയൊക്കെ ഉണ്ട്. ആൻഡ് ബാൽഡ് മാൻ, കഷണ്ടിയുള്ള ആളാണ്. ആൻഡ് he whispered in Till's ear. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ടില്ലിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, when you paint my picture, remember you are to make me look handsome. If you do not make my stomach look flat, I will have you hanged. Okay, and remember I was once a very handsome soldier. Okay, അപ്പൊ പറയാണ്, അങ്ങ് എന്നെ വരയ്ക്കുമല്ലോ, ആ വരയ്ക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും ഭംഗിയായിട്ട് വേണം വരയ്ക്കാൻ. ഞാൻ ഇപ്പൊ കാണുന്ന പോലെ തടിയൊക്കെ ഉള്ള ആളായിട്ട് വരയ്ക്കരുത്. എന്റെ സ്റ്റൊമക്കൊക്കെ എന്ത് ചെയ്യണം, ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ വയറ് ചാടിയ രീതിയിലൊന്നും വരയ്ക്കരുത്, നല്ല ഭംഗിയിൽ വരച്ചു തരണം. അങ്ങനെ അല്ല നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കിക്കൊല്ലുമെന്ന് ആര് പറഞ്ഞു, നമ്മളുടെ കമാൻഡർ ഇൻ ചീഫ് വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പണ്ട് ഞാൻ നല്ല ഉശരനായിട്ടുള്ള ഒരു സോൾജിയർ ആയിരുന്നു, ഒരു യോദ്ധാവായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ തടിച്ചു കുറുകി പോയത്. അതുകൊണ്ട് എന്നെ വരയ്ക്കുമ്പോ നല്ല ഭംഗിയിൽ വരയ്ക്കണം. An elderly lady came next. അടുത്തത് വന്നത് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. She had a large hump on her back. Sir Painter, അപ്പം ഒരു കൂനോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വന്നത് കേട്ടോ. She said softly. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, നമ്മുടെ ചിത്രകാരനോട് പറഞ്ഞു, make me look young and beautiful. അതെ, എന്നെ വരയ്ക്കുമ്പോ ഞാൻ നല്ല യങ്ങും നല്ല യുവതിയായ മാതിരിയാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ നരയൊന്നും ഉള്ളത് വേണ്ട, നല്ല ഭംഗിയിൽ വരയ്ക്കണം. ആൻഡ് ബ്യൂട്ടിഫുൾ, ഏറ്റവും ഭംഗിയിൽ വേണം കേട്ടോ വരയ്ക്കാൻ. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces. അഥവാ എന്റെ ഈ കൂനും അതുപോലെ വൃത്തികെട്ട വിരൂപമായിട്ടുള്ള രൂപങ്ങളാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, പീസ് ആക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരും പോയി. A young lady who was the companion of the Duchess came in as soon as the old lady left. ആ ഓൾഡ് ലേഡി, വയസ്സായ സ്ത്രീ പോയപ്പോ തന്നെ ഡച്ചസിന്റെ കൂടെ, ഡച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുവിന്റെ ഭാര്യ, അപ്പൊ ഭാര്യയുടെ കൂടെ നടക്കുന്ന ഒരു ലേഡി, ഒരു സ്ത്രീ വന്നു. വന്നിട്ട് പറഞ്ഞു, ഒരു യങ് ലേഡിയാണ്, പ്രായമൊന്നും ആയിട്ടില്ല. അവര് വന്നു. എന്നിട്ട് പറഞ്ഞു, ഷി വാസ് യങ് ആൻഡ് പ്രിട്ടി. അവള് നല്ല ഭംഗിയുള്ള ആളായിരുന്നു, നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു. പ്രിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. But had lost 3 of her front teeth in an accident. പക്ഷെ അവളുടെ 3 ടീത്ത്, മുന്നിലെ 3 പല്ലുകള് ഒരു ആക്സിഡന്റിൽ പെട്ടും പോയിരുന്നു. She warned Till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. Okay, അപ്പം ആ ലേഡി എന്താ പറഞ്ഞതെന്നറിയോ? അതെ, നിങ്ങൾ വരയ്ക്കുമ്പോ ഞാൻ ചിരിക്കുന്നതായിട്ട് വരയ്ക്കണം, അത് ഇതുപോലെയല്ല വരയ്ക്കേണ്ടത്. നല്ല 3 പല്ലുകൾ, നല്ല മുത്തുപോലെ തിളങ്ങുന്ന പല്ലുകൾ വേണം. അഥവാ നിങ്ങൾ അങ്ങനെ വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ലവറിനെ വിട്ടിട്ട്, ഞാൻ എന്റെ കാമുകനെ വിട്ട് നിങ്ങളെ എന്ത് ചെയ്യും, പീസാക്കും എന്ന് പറഞ്ഞ ആരായിരുന്നു കാമുകൻ എന്നറിയാമോ? ആ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ആദ്യം വന്നപ്പം നമ്മളെ കടത്തി വിട്ടില്ലേ, അദ്ദേഹത്തെ കടത്തി വിട്ട ആളാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ആണ് ഈ ലേഡിയുടെ കാമുകൻ എന്ന് പറയുന്നത്. അപ്പൊ അയാളെ വിട്ടിട്ട് സ്മോൾ ബിറ്റ്സ് ആക്കുന്നത്, പീസാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സിമിലർ requests and threats continued until he had finished with the last of the courtiers. അവസാനത്തെ കോർട്ടിയറെയും, അതായത് അവസാനത്തെ ആളെയും കടത്തി വിടുന്ന സമയത്തോണ്ട് തന്നെ ഇതുപോലെയുള്ള ഭീഷണികളും ഇതുപോലെയുള്ള ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക എല്ലാം വന്നു.
എല്ലാവർക്കും വേണ്ടത് ഐ ഷുഡ് ബി ബ്യൂട്ടിഫുൾ, ഞാൻ എന്തായാലും നല്ല ഭംഗിയുള്ളതായിരിക്കണം, എന്നെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം, എന്റെ ഇപ്പോഴത്തെ രൂപം പോലെ ആവരുത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഭീഷണികളും റിക്വസ്റ്റുകളും ഒക്കെ ആയിരുന്നു വന്നത്. ചിലര് അപേക്ഷിച്ചു, ചിലരെന്ത് ചെയ്തു, ഇതേപോലെ നിന്നെ ശരിയാക്കി തരുമെന്നെല്ലാം പറഞ്ഞു. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail. You are to paint all my courtiers exactly as we see them." അപ്പൊ രാജാവ് പറഞ്ഞെന്താന്നറിയോ? "My dear fellow, പ്രിയപ്പെട്ട സുഹൃത്തെ, I want your portrait to be perfect in every detail." നിങ്ങളുടെ ഈ ഒരു ചിത്രം, പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചിത്രം, ആ ചിത്രം എന്തെന്നായാലും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ആളുകളെ കാണുന്നത് അതേ രൂപത്തിൽ തന്നെ വേണം ഇവരെ വരച്ചു വെക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ യു വിൽ ബി പണിഷ്ഡ്, നിനക്ക് ശിക്ഷ കിട്ടും. കാരണം ഓൾറെഡി സ്വർണ്ണ നാണയം വാങ്ങിയതാണ്. അപ്പം ഈ രാജസദസ്സിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയും പറഞ്ഞു. രാജാവ് പറഞ്ഞത് എന്താണ്? ഇവരെ ഇതേപോലെ തന്നെ, അവരെ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ വരയ്ക്കാൻ വേണം. ഇദ്ദേഹം ആകെ കൺഫ്യൂഷനിലായി. And if you leave out of a mole a pimple or a single gray hair, I will have you slaughtered like a pig. നിങ്ങൾ ഇപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കാക്കാപ്പുള്ളി കേട്ടോ. എ പിമ്പിൾ, മുഖക്കുരു, പിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരു. or a single gray hair, ഒരു നരച്ച മുടി, ഒരു നരച്ച മുടിയോ ഒരു മുഖക്കുരുവോ അല്ലെങ്കിൽ ഒരു കറുത്ത കാക്കാപ്പുള്ളിയോ നിങ്ങൾ ആരുടെയെങ്കിലും മുഖത്ത് നിന്ന് വിട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വെട്ടി അരിയുക. ലൈക്ക് എ പിഗ്, ഒരു പന്നിയെ വെട്ടുന്നത് പോലെ ആയിരിക്കും ഞാൻ നിങ്ങളെ വെട്ടി അരിഞ്ഞ് തള്ളാൻ പോകുന്നത്. Till Cooley thought things over and said to himself, ചില ആകെ സങ്കടപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്തായാലും മരണം ഉറപ്പായി. If I paint this picture, ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ I shall certainly എന്ന് പറഞ്ഞാൽ തീർച്ചയായും, be killed, ഞാൻ തീർച്ചയായും കൊല്ലപ്പെടും. Either the Archduke will have be slaughtered like a pig, ഒന്നുകിൽ ആർച്ച്ഡ്യൂക്ക് എന്നെ എന്ത് ചെയ്യും? ഒരു പന്നിയെ വെട്ടുന്നത് പോലെ വെട്ടിയെരിയും. For having disobeyed him, അദ്ദേഹത്തെ ഡിസൊബേ ചെയ്തതിന്, ഡിസൊബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുക. അപ്പം അനുസരിക്കാതിരുന്നതിന് അദ്ദേഹം തീർച്ചയായിട്ടും എന്നെ വെട്ടിയെറിയും. ആൻഡ് അല്ല എന്നുണ്ടെങ്കിലോ, or the courtiers will have me murdered for painting them as they really are. അവരെങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ കോർട്ടിയേഴ്സ് എന്ത് ചെയ്യും? തീർച്ചയായും എന്നെ വെട്ടിയെറിഞ്ഞ് തള്ളും. തീർച്ചയാണ് ആ ഒരു കാര്യം. And what am I do? ഞാൻ എന്താണ് ഇനി ചെയ്യുക? Perhaps it is wiser not to paint this picture at all. എനിക്ക് തോന്നുന്നത് ഈ ചിത്രം വരയ്ക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ്. The following day, പിറ്റേ ദിവസം, he asked the Archduke for the hall where he was to paint the picture. അപ്പൊ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വരയ്ക്കേണ്ടത്, ചിത്രം വരയ്ക്കേണ്ടത് ഇതാ ഇവിടെയാണ്. He was shown a large room with bare walls. അദ്ദേഹം എന്ത് ചെയ്തു? വലിയൊരു റൂം കാണിച്ചു. അതിനകത്ത് എന്തുണ്ട്? ബെയർ ആയിട്ടുള്ള, ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഗ്നമായത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാൾ, ഒരു ചുമര് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാ ഇവിടെ വരച്ചോളൂ. Till last for thick curtains to be hung on the walls. He wanted his painting to be protected from the flies and the dust. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു കർട്ടൻ വലിച്ചു കെട്ടി തരായിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. കാരണം അല്ലെങ്കിൽ വല്ല പ്രാണികളോ അതേപോലെ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപടലൊക്കെ വരും. അതുകൊണ്ട് പെയിന്റ് ചെയ്ത് കഴിയുന്നത് വരെ എനിക്കൊരു കർട്ടൻ വെച്ച് മറിച്ചു തരണം. He also asked for 3 assistants to help him in mixing colors. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? 3 അസിസ്റ്റൻസിനെയും കൂടെ എനിക്ക് വേണം, കാരണം കളർ മിക്സ് ചെയ്ത് തരാൻ 3 ആളുകളും കൂടെ വേണം എന്ന് പറഞ്ഞു. The Archduke gave him all that he asked for. അദ്ദേഹം ചോദിച്ച എല്ലാ കാര്യങ്ങളും ആർച്ച്ഡ്യൂക്ക് എത്തിച്ചു കൊടുത്തു. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. For 30 days, 30ഓളം ദിവസങ്ങളിൽ ടില്ലും അവന്റെ അസിസ്റ്റൻസും കൂടി നന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ഇഷ്ടപ്പെട്ട വൈനുകൾ എന്നെല്ലാം കൊണ്ടുകൊടുത്തു ആർച്ച്ഡ്യൂക്ക്. And on the 31st day, 31ാമത്തെ ദിവസം, the Archduke thrust his nose in through the door and said, അദ്ദേഹം എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്ക് ആ വഴി വന്നു. എന്നിട്ട്
ജനലിന്റെ ഇടയിലൂടെ മൂക്കിട്ട്, അതായത് മൂക്കിങ്ങനെ അദ്ദേഹം അതിനിടയിലൂടെ ഇട്ടിട്ട് ചോദിച്ചു, അതെ, ഇറ്റ് ഈസ് എ ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിന്റിംഗ്. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഈസ് ഇറ്റ് റെഡി? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞു അത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാണാനിട്ട് എന്തോ മാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട്. കഴിഞ്ഞു അത്. Till said that the picture was being completed and that he needed some more days to finish it. അപ്പൊ ടില്ല് പറഞ്ഞു, ഇല്ല മഹാരാജൻ, കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി തരൂ, എന്നാലേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. അപ്പോ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതായതുകൊണ്ട്, ശരി, നിങ്ങൾ സമയം എടുത്തോളൂ, കുഴപ്പമില്ല, ഞാനൊന്നും പറയുന്നില്ല, ഐ എം വെരി പേഷ്യന്റ്, ഞാൻ എന്തായാലും ക്ഷമിച്ചു. The delay of a week or two did not matter, he said. ഒരാഴ്ച 2 ആഴ്ച വൈകുന്നതിൽ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഡിലേ എന്ന് പറഞ്ഞാൽ വൈകുക. ഓക്കെ, ശരി, ഞാൻ പിന്നെ വരാം. Till and his companions continued their merry making for another fortnight. പിറ്റേ ദിവസം രാത്രിയിലും അവരവരുടെ മെറി മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, അവര് ജോളി ആയിട്ട് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. On the 45th day, 45ാമത്തെ ദിവസം, once again the Archduke poked his nose in through the door. അപ്പൊ ഡോറിനിടയിലൂടെ മൂക്ക് വീണ്ടും ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ, 45 ദിവസമായി, കഴിയാനായില്ലേ? Isn't the time that the picture was completed? അതേ സമയമായല്ലോ, കഴിഞ്ഞില്ലേ? He asked. Till said that the portrait was being given the finishing touches. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ടില്ല് പറഞ്ഞു, അയ്യോ മഹാരാജൻ, ഇതിന്റെ ഫിനിഷിങ്ങിന്റെ ഒരു ടൈമാണ്, ആ ഫിനിഷിംഗ് ടച്ച് ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. He begged for some more time. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി സമയം തരണം മഹാരാജൻ. ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ യാചിക്കുക, ബെഗർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ. The Archduke said that his delay did not matter so long as he did an excellent job. പറഞ്ഞു, ശരി, നിങ്ങൾ ഇങ്ങനെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല എക്സലന്റ് ആയിട്ടുള്ള വർക്കാണ്, അപ്പം ചെയ്തോളൂ, കുഴപ്പമില്ല. But he added, പക്ഷെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, you should either complete the picture within 15 days or you should show me the unfinished picture now. അതെ, ഞാൻ 15 ദിവസം കൂടി തരാം, ആ ദിവസത്തിനുള്ളിൽ ഒരു ഫിനിഷ് ആയിട്ടുള്ള വർക്ക് എനിക്ക് കിട്ടിയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അത് ഫിനിഷ് ആവാത്ത വർക്ക് എന്നെ കാണിക്കും. അതിന് 2 ഓപ്ഷൻ എടുക്കാം. അപ്പൊ അദ്ദേഹം ടില്ല് പറഞ്ഞു, ടിൽ പ്രോമിസ്ഡ്, ടിൽ എന്ത് ചെയ്തു? ശപഥം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. 15 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് തരാം സർ. Saying that only a few minor details remain to be filled in. അദ്ദേഹം പറഞ്ഞു, കുറച്ച് മൈനർ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇങ്ങനെ ഫിൽ ചെയ്യാനുള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞിട്ടുണ്ട്. Should your lordship see the painting now, you would not be satisfied with it, he said. അതെ, നിങ്ങൾ ഇപ്പം മഹാരാജൻ അങ്ങ് ഇപ്പൊ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വരില്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ തൃപ്തിയാവുന്നു തോന്നണില്ല. അതുകൊണ്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം, എന്നാൽ ഫുള്ള് കഴിയുമല്ലോ. And Till and his companions enjoyed themselves for yet another fortnight. മറ്റൊരു രാത്രി കൂടി തിന്നും കുടിച്ചും അവരെന്ത് ചെയ്തു? എൻജോയ് ചെയ്തു. On the 16th morning, അങ്ങനെ 16ാമത്തെ ദിവസം രാവിലെ, the Archduke forced him way into the room and said, I must see the picture at once. Where is the picture? Draw the curtains apart. അപ്പൊ പറഞ്ഞു, ഞാൻ എന്താ വന്നിരിക്കുന്നു, 16ാമത്തെ ദിവസമായി, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞു, എനിക്ക് ആ ചിത്രം കാണിച്ചു തരൂ, ആ കർട്ടൻ മാറ്റൂ, എന്നിട്ട് വേണം എനിക്ക് കാണാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, എനിക്ക് എന്തായാലും പിക്ചർ കണ്ടേ പറ്റൂ. The picture is ready, my lord, announced Till. അതേ, ചിത്രം റെഡി ആയിട്ടുണ്ട് മഹാരാജൻ, വന്ന് കണ്ടാലും. Then why don't you draw the curtains? ശരി, എന്നിട്ട് എന്താ കർട്ടൻ വലിക്കാത്തത്? ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ ഇങ്ങനെ വലിക്കാട്ടോ. What's the matter? എന്താണ് കാര്യം? Archduke എന്ത് ചെയ്തു? ചോദിച്ചു. I want you to grant me one last favor. അങ്ങ് എനിക്ക് വേണ്ടി അവസാനമായിട്ടൊരു കാര്യം കൂടി ചെയ്തു തരണം മഹാരാജൻ. Said Till. Please order all the courtiers to assemble in this room. അങ്ങ് ദയവ് ചെയ്ത് ആജ്ഞാപിച്ചാലും എല്ലാ കോർട്ടിയേഴ്സിനോടും, രാജ്യസദസ്സിലുള്ള എല്ലാവരോടും ഇവിടേക്ക് വരുവാൻ അങ്ങ് പറഞ്ഞാലും, when they are here, എല്ലാരും അവിടെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും, I want to say a few words to them and then I will draw the curtains. എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്, എന്നിട്ടേ ഞാൻ ഈ കർട്ടൻ വലിക്കുകയുള്ളൂ.
The archduke ordered all the courtiers to assemble in the hall. ഇത് കേൾക്കേണ്ട മാത്രയിൽ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാല് ആജ്ഞാപിക്കുക. All the courtiers, എല്ലാ രാജസദസ്സിലെ അംഗങ്ങളെയും to assemble in the hall. Assemble എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും കൂടെ വരിക, അതായത് ഒന്നിച്ച് യോഗം ചേരുക. അസംബ്ലി ഒക്കെ നമ്മുടെ സ്കൂളിൽ നടത്താറില്ലേ? അപ്പം അസംബിൾ എന്ന് പറഞ്ഞാൽ യോഗം വിളിച്ചു കൂട്ടുക, ഈ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഇൻ ദ ഹാൾ, അപ്പൊ ആ ഹാളിൽ എല്ലാവരും വന്നു. ടിൽ അഡ്രസ്ഡ് ദ, അങ്ങനെ ടിൽ എല്ലാവരെയും അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. സാധാരണ നമ്മുടെ അസംബ്ലിയിൽ ആരായിരിക്കും വരിക? പ്രിൻസിപ്പലോ അതല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കും. അതേപോലെ ഇവിടെ ടില്ലാണ് സംസാരിക്കുന്നത്. മൈ ലോർഡ്, മഹാരാജാവേ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മാന്യ മഹാജനങ്ങളെ, ദ പിക്ചർ ഈസ് റെഡി, ഇതാ ചിത്രം വരച്ചിരിക്കുന്നു. You will now be able, as I draw the curtains, to see how well I have done my work. എന്റെ ജോലി ഞാൻ എത്ര മനോഹരമായി ചെയ്തു എന്ന് ഈ കർട്ടൻ വലിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുക. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. എന്റെ വർക്കിനെ, ഞാൻ ചെയ്ത ഈ മനോഹരമായ ചിത്രത്തെ നിങ്ങൾക്കെല്ലാം ആരാധിക്കാം. ബട്ട് I must warn you that there is something very special about this picture. പക്ഷേ ഞാൻ നിങ്ങളെ വാൺ ചെയ്യുന്നു. വാൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ്. എന്റെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ ചിത്രമല്ല ഇത്. ഇതൊരു സ്പെഷ്യൽ ചിത്രമാണ്. Only those among you who have noble blood in your veins will be able to see this painting. നിങ്ങളിൽ ആർക്കൊക്കെയാണോ ശ്രേഷ്ഠമായിട്ടുള്ള രാജകീയ രക്തം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു ചിത്രം കാണുവാൻ സാധിക്കുകയുള്ളൂ. All the rest, whatever their rank or position, ബാക്കി എല്ലാവർക്കും, ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും whatever their rank or position, അവരുടെ റാങ്ക് ഏത് തന്നെ ആയാലും അവരുടെ പൊസിഷൻ ഏത് തന്നെ ആയാലും, കൊട്ടാരത്തിലെ എത്ര വലിയ ആളാണെങ്കിലും will see nothing but a blank wall, ഒന്നും കാണില്ല, പകരം ഒരു വെള്ള ക്യാൻവാസ്, ആ ഒരു ചുമരു പോലെ തന്നെ കാണാൻ സാധിക്കുള്ളൂ. ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൂന്യമായത്. ഓക്കെ, Now I will draw the curtains. ഞാനിതാ ഇപ്പോൾ കർട്ടൻ വലിക്കുവാൻ പോകുന്നു. Till flung the curtains aside. അങ്ങനെ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ടിൽ കർട്ടൻ നീക്കി. The courtiers shouted one another in showing their admiration for the picture. എല്ലാവരും ആരാധനയോടുകൂടി ആ ഒരു ചിത്രത്തിലേക്ക് സൂക്ഷ്മതയോടുകൂടി നോക്കാൻ തുടങ്ങി. They praised Till for his splendid painting. അവര് സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ മനോഹരമായ നയനാനന്ദകരമായിട്ടുള്ള ടില്ലിന്റെ ഈ ഒരു കലാപ്രവർത്തനത്തെ എല്ലാരും ഇങ്ങനെ പൊക്കി പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. എല്ലാരും പുകഴ്ത്തുവാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് പ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് പൊക്കി പറയുക എന്നൊക്കെ, പുകഴ്ത്തുക, ഓക്കെ, പ്രശംസിക്കുക എന്നൊക്കെ അർത്ഥം. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. അപ്പം അവരെല്ലാരും പറഞ്ഞു, എന്തു ഭംഗിയാണല്ലേ, എന്തൊരു നന്നായിട്ടാണ് ആർച്ച് ഡ്യൂക്കിന്റെ ചിത്രമൊക്കെ വരച്ചിരിക്കുന്നത്. എന്റെ മുഖം അതേപോലെ തന്നെ ഉണ്ട്, എത്ര നന്നായിട്ടാണ് ഞാൻ ചിത്രം കാണുന്നത്, അടിപൊളിയായിട്ടുണ്ട്. എന്നാലും പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അക്വൈന്റൻസ് എന്ന് വെച്ചാൽ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. All of a sudden the Duke's jester leaped into the air and shouted, All of you know that I am a fool and I have no blood in my veins. I can see no picture but only a blank wall. അപ്പൊ എല്ലാരും ഇതിങ്ങനെ പറഞ്ഞപ്പോ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, എന്താ എല്ലാരും എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? എനിക്ക് മാത്രം എന്താ ഒന്നും കാണാൻ പറ്റാത്തത്? എനിക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള വോള് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. Okay. When fools begin to talk, observed Till, it is time for wise men to walk. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണോ, ആ വരി അണ്ടർലൈൻ ചെയ്യാട്ടോ. When fools begin to talk, it's time for wise men to walk. എപ്പോഴാണോ വിഡ്ഢികൾ സംസാരിച്ചു തുടങ്ങുന്നത് അന്നേരം ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് നടക്കാനുള്ള സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്തു നിന്നും നടക്കാനുള്ള സമയമാണ്. ഈ നാട്ടിൽ നിൽക്കുന്നത് എനിക്ക് പറ്റില്ല. വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയാണ്, വിഡ്ഢികളായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് സാധ്യമല്ല എന്നും പറഞ്ഞിട്ട് ടിൽ എന്ത് ചെയ്തു? He calmly strode out of the hall and rode away on his donkey. The feathers in his cap danced in the gentle breeze. അങ്ങനെ
വളരെ സൂത്രത്തില്, അതായത് ഈ കാമലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹാൾ, ആ ഹാളിൽ നിന്നും പതുക്കെ ഇറങ്ങി അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ കഴുതപ്പുറത്ത് കയറി ഓടിച്ചു പോയി. കഴുതേനെ വേണ്ടി വേഗം പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പൊൻതൂവലുകൾ ഉണ്ടല്ലോ ക്യാപ്പിലെ, ആ തൂവലുകൾ ഇങ്ങനെ കാറ്റില് ആടാൻ തുടങ്ങി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. അപ്പൊ കൂട്ടുകാർക്ക് കഥ മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ പോലും ടിൽ എത്ര മനോഹരമായിട്ടാണ് അഭിമുഖീകരിച്ചത് അല്ലെ. അപ്പം ജീവിതത്തിൽ എന്തെല്ലാം ക്രൈസിസുകളും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ കഥ. ഇനി ഈ കഥയിൽ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രൊഫൈൽ റൈറ്റിംഗ്, എന്ന് വെച്ചാൽ ആരാണ് കഥ എഴുതിയത്, ആ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തേത് കോൺവെർസേഷൻ. പല കോൺവെർസേഷനും നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും, ആർച്ച് ഡ്യൂക്കും ടില്ലും തമ്മില്, അല്ലെങ്കിൽ ടില്ലും ക്യാപ്റ്റനും തമ്മില്, അങ്ങനെ പല കോൺവെർസേഷൻസും നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അതേപോലെ ചിലപ്പോൾ നോട്ടീസ് എഴുതാൻ ചോദിക്കും. കൊട്ടാരത്തിൽ ഇതാ ചിത്ര പ്രദർശനം എന്നൊക്കെ പറഞ്ഞൊരു നോട്ടീസ് തയ്യാറാക്കാം, പോസ്റ്റർ തയ്യാറാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാം അല്ലെ. പ്രൊവേർബ്സ് യു ക്യാൻ സെലക്ട്, ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ കളക്ട് ചെയ്ത് വരാം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച്. ഓരോരുത്തരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ടില്ലിൻ്റെത് ചോദിക്കാം, ആർച്ച് ഡ്യൂക്കിൻ്റെത് ചോദിക്കാം, ക്യാപ്റ്റൻ്റെത് ചോദിക്കാം, അതേപോലെ തന്നെ ചീഫ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അയാളുടേത് ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.